ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്കൂൾ അൺബോക്സിങ് വീഡിയോ ആണ്. സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയൊരു സ്കൂൾ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് മേടിച്ചത് നോക്കിയാലോ. അപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന ഈ സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് മേടിച്ച് നോക്കിയാലോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് മേടിച്ച് നോക്കിയാലോ. ഫസ്റ്റ് ഐറ്റം തന്നെ നമുക്ക് ഈ ഒരു കവർ അൺബോക്സ് ചെയ്യാം. ഈ ഒരു കവറിൽ എന്താ ഉള്ളത് നോക്കിയാലോ. നോക്കാം അവിടെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് എൻ്റെ അനിയത്തികൾക്ക് മേടിച്ച് ഇങ്ങനെ എഴുതി പഠിക്കാനൊക്കെ മേടിച്ചിട്ടുള്ള ഒരു ചെറിയ ഡ്രോയിങ് ബുക്ക് ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അത് 2.5 മേടിച്ച് 2 പേർക്കും 2.5 മേടിച്ച്. ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പണി വേണം. പിന്നെ ഇവർ അതൊക്കെ ഇട്ടിട്ട് പോകും. ഞാൻ അതിനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പഠിക്കാനായിട്ട് 6 നോട്ട് ബുക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് 6 നോട്ട് ബുക്കാണ് മേടിച്ചിട്ടുള്ളത്. വരയില്ലാത്തതും ഒന്നും ബാക്കിയൊക്കെ വരയില്ല 6 നോട്ട് ബുക്കാണ് കേട്ടോ എനിക്ക് മേടിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു കവറിൽ എനിക്ക് സാധനങ്ങളൊന്നുമില്ല. ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. പക്ഷേ കവറിൽ എന്തൊക്കെയാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഭാണ്ഡത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചിട്ടുണ്ടെന്ന്. മേടിച്ചതൊക്കെ നമുക്ക് വേണ്ട നോക്കാം. അപ്പോൾ ഫസ്റ്റ് അവർക്ക് ഡ്രോയിങ് ബുക്ക് മേടിച്ചതുപോലെ തന്നെ എനിക്ക് നല്ല വീതിയും ഒക്കെ ഉള്ള ഒരു ഡ്രോയിങ് ബുക്കൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. നല്ല വൈറ്റ് പേജാണ്. എന്താണ് മാറി നിൽക്കേണ്ടത്. ഇപ്പോൾ ഇതാണ് പേജ് ഡ്രോയിങ്. ഇപ്പോൾ വരച്ചിട്ട് പുതിയതാണ്. ക്ലോക്ക് ബുക്ക് ഉപയോഗിക്കും. ലാസ്റ്റ് ഒരു വയലറ്റ് പേജ്. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ സാധനം എന്ന്. അപ്പം അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ സാധനം എന്ന്. അപ്പോൾ ഇത് ഒരു ബോക്സ് ആണ് അല്ലേ. പെൻസിൽ ഇട്ടേക്കാൻ പറ്റുന്ന ഇവിടെ സിബൊക്കെയുള്ള ഒരു അടിപൊളി ബോക്സ് ആണ് വന്നിട്ടുള്ളത്. ബോക്സ് പൗച്ച് എന്നൊക്കെ പറയാം. അപ്പം ഇത് സൈഡാണ്, ഇത് ഫ്രൈഡാണ്. ഈ ബാർബിൻ്റെ രണ്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. പെൻസിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ അത് എസ്റ്റിന് കിടക്കുന്ന ഈ സിബാണ് അങ്ങനെ തുറക്കല്. ഇവിടുത്തെ എന്തിൻ്റെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനത്തെ കാർട്ടൂൺസ് ഒന്നും കാണാനില്ല. ഇതൊക്കെ എന്തെങ്കിലും മനസ്സിലാവും. ബാർബിയും സ്പൈഡർമാനും അതെനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഏതുവരെ തൂക്കി വെക്കാനും ബാഗിലേക്ക് ഇങ്ങനെ ആക്കാനൊക്കെ സ്ഥലത്തൊക്കെ രസമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ബാഗോ എന്നൊന്നും മേടിച്ചില്ല, ഇത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ എന്ന് അന്ന് നിങ്ങളൊരു സംശയക്കേണ്ട. ഒക്കെ മേടിച്ചിട്ട് ഈ കവറിൽ ഇനി ഇഷ്ടംപോലെ ഇനി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്കൊക്കെ ഇത് നോക്കാം. പിന്നെന്താന്ന് നിങ്ങൾ സംശയിക്കണ്ട. അപ്പോഴത്തെ സംശയമില്ല. കാരണം ഞാൻ 5th അപ്പം ഇത് എനിക്ക് എന്തായാലും അത്യാവശ്യമാണ് വേനപ്പെടും അത്യാവശ്യമാണ്. അപ്പം ഇത് ഒരു ജോമെട്രി ബോക്സ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്ന് പറയും. അപ്പം അതെ അങ്ങനത്തെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മേടിച്ചപ്പോൾ നമുക്കത് മാറ്റിയത്. അതിപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ പിന്നെ എല്ലാതും ഡൗട്ട്സും ക്ലിയേഴ്സൊക്കെ ക്ലിയർ ചെയ്യുന്നേ. കാരണം ബുക്കുകളൊക്കെ എൻ്റെ പുതിന് കൊണ്ട് നടക്കേണ്ട ആവശ്യം കൊണ്ട് ഞങ്ങൾ ചക്ക മേടിച്ചിട്ട് നല്ല കട്ടുകളുണ്ട് കേട്ടോ. അതിൽ നല്ല കട്ട് വെച്ചിട്ട് 3 പേർക്കും കൂടിയാണ്
വാട്ടർ ബോട്ടിലാണ്. അപ്പൊ ഇതിന്റെ ബ്ലൂ കളറില് എനിക്ക് ഇത് ഉണ്ടാവും. അത് എങ്ങനെ തുറന്നാൽ ഇവിടെ ഒരു ഓട്ട കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ ഇത് ഇവർക്ക് ഇങ്ങനെ കഴുത്തിലിട്ടിട്ടും കൊണ്ടെടുക്കാം, പിന്നെ ബാഗിൽ വെച്ചിട്ടും കൊണ്ടെടുക്കാം, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുടിക്കാം. അപ്പൊ നെക്സ്റ്റ് വൺ. അപ്പൊ ഇവരുടെ നീല ഇഫ്തയുടെ ഇന്ത്യയും നീലയാണ്. എനിക്ക് ഇതാണ് അടുത്ത് നീല കളർ തന്നെയാണ്. ഇതെന്താണെന്ന് അറിയോ? നമുക്ക് നോക്കിയാലോ. ഇത് ക്രയോൺസ് ആണ്. 3 പെട്ടി ക്രയോൺ മേടിച്ചിട്ടുണ്ട്. 3 പെട്ടി ക്രയോൺ ആണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. 3 പെട്ടി ക്രയോൺ മേടിച്ചിട്ടുണ്ട്. 10 രൂപയുടെ 3 മേടിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് KG കുട്ടികൾക്ക് കിട്ടും. പിന്നെ ഇതിന് മുകളിലുള്ളത് നോക്കൂ, ഇതുപോലത്തെ കട്ടർ 3 ഉണ്ട്. ഇതിൻ്റെ ഒരു ഉപകരണം സാമ്പിൾ നോക്കിയായിരുന്നു. ഇതിവിടെ മേലെ റൈസറും പിന്നെ അടിയിൽ കട്ടറും. ഇത് തുറന്നാൽ ഇതിൻ്റെ കച്ചറൊക്കെ നമുക്ക് പുറത്തുകൂടി എടുത്ത് കളയാനും നമുക്കിത്. പിന്നെ റൈസിന് എനിക്ക് 3 ആൾക്ക് ഇതുപോലത്തെ മേടിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് വാങ്ങിക്കാം. അതേപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീക്കിൻ്റെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അമർപ്പിച്ച് ഇത് കാണാതെ അപ്പം ഇത് കാണാതെ പെട്ടെന്നാവുന്നതുകൊണ്ട് ചെറിയ സാധനങ്ങളാണ്. അപ്പം ഇത് ഞങ്ങൾ കവർ തന്നെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് തന്നെയാണ് പല പല കളർ. പിന്നെ പെൻസിൽ അപ്സരയുടെ ഒരു പെൻസിലിന്റെ പെട്ടിയാണ്. നമുക്ക് ഇതൊന്ന് മാറ്റി, ഇതിപ്പോ പെൻസിൽ എല്ലാവർക്കും അറിയേണ്ടത് അത്യാവശ്യം പെൻസിൽ. ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മൂന്നാൾക്കും ഒരുപോലത്തെ കൂട്ടാൻ പാത്രമാണ്. അപ്പോൾ ഇത് എങ്ങനെ തുറക്കലെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടാവും, കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ. അപ്പൊ ഇത് നമുക്കിത് രണ്ട് മാറ്റിക്കാം. കൂട്ടാൻ പാത്രമാണ്, അധികം വിലയൊന്നുമില്ല, ഒരു 50 രൂപയ്ക്ക്. അടുത്തത് സ്നാക്സ് ബോക്സ് ആണ്. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യല്. ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് ബിസ്ക്കറ്റ് എന്ത് വെച്ചാലും ഇത് തണുപ്പാവില്ല, നല്ല കട്ടയായിട്ട് തന്നെ വെക്കും ചെയ്യും കേട്ടോ. നമുക്കിതിന് അടുത്ത് നോക്കാം. ഇത് മൈ ബാഗാണ്, എൻ്റെ ബാഗാണ് ഇത് കേട്ടോ. ഇത് എൻ്റെ ബാഗാണ്. എൻ്റെ ബാഗിന് 1 2 3 4 ആവാറുണ്ട്. എൻ്റെ ബാഗിന് ഒരു കിച്ചണിക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ ബാഗ് 4 ആവയാണ്. അപ്പം അടുത്ത് നമുക്ക് എന്താ നോക്കിയിട്ട് തരാം. ഇത് ഇവളുടെ ബാഗാണ്. പുതിയത് ഡോറ ബുജിയുടെ 3 ആണ് കേട്ടോ. ഈ ബാഗിന് LKG കുട്ടിയാണ്. ഇതൊക്കെ ധാരാളം തന്നെയാണ്. ഇവർക്ക് 2 പേർക്കും കളർ ചേഞ്ച് ആണ്. ഒരുപോലത്തെ ഡോറ ബുജിയാണ് ഇവർക്ക് വന്നത് അല്ലേ. ഇവർക്ക് ഡോറ ബുജിയുടെ ക്യാരക്ടറാണ് ഇഷ്ടം, അതുകൊണ്ട് ഇവര് ഡോറ ബുജിയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ബേബി ഷോപ്പിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.